യുദ്ധവിമാനങ്ങൾക്ക് കരുത്തേകുന്ന ജെറ്റ് എഞ്ചിനുകൾ തദ്ദേശീയമായി നിർമ്മിക്കുന്നതിനായി അമേരിക്കയുമായി സാങ്കേതിക വിദ്യ കൈമാറ്റം സംബന്ധിച്ച ധാരണയിലെത്തിയിരിക്കുകയാണ് ഇന്ത്യ. നമസ്കാരം, ഞാൻ ജാസ്മിൻ. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത ലക്ഷ്യമാക്കി മുന്നേറുന്ന ഇന്ത്യ വിപ്ലവകരമായ ഒരു നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അത്യാധുനിക യുദ്ധവിമാന ജെറ്റ് എഞ്ചിനുകൾ രാജ്യത്ത് തന്നെ നിർമ്മിക്കാനുള്ള സുപ്രധാന പദ്ധതിയുമായി മുന്നോട്ട് നീങ്ങുകയാണ് രാജ്യം. ഇന്ത്യൻ വ്യോമസേനയുടെ ഭാവി കരുത്തെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തേജസ് മാർക്ക് 2 യുദ്ധവിമാനങ്ങൾക്ക് ശക്തി പകരുന്ന F414 ശ്രേണിയിലെ ജെറ്റ് എഞ്ചിനുകളുടെ സാങ്കേതിക കൈമാറ്റവുമായി ബന്ധപ്പെട്ട് യുഎസുമായി നടത്തിയ ചർച്ചകൾ വിജയകരമായി പൂർത്തിയായതായി കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നു. അമേരിക്കൻ പ്രതിരോധ വ്യോമയാന കമ്പനിയായ GE എയ്റോസ്പേസും ഇന്ത്യയുടെ പൊതുമേഖല പ്രതിരോധ നിർമ്മാണ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും ചേർന്നാണ് ഈ നിർണായക പദ്ധതി നടപ്പിലാക്കുന്നത്. ഇക്കാലം അത്രയും വികസിത രാജ്യങ്ങൾക്ക് മാത്രം സ്വന്തമായി ഉണ്ടായിരുന്ന അത്യാധുനിക ജെറ്റ് എഞ്ചിൻ സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് കൈമാറുന്നത് ചരിത്രപരമായ മുന്നേറ്റമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഏറെക്കാലമായി ചർച്ചകളിൽ മാത്രം ഒതുങ്ങിയിരുന്ന സാങ്കേതിക കൈമാറ്റ വിഷയത്തിലാണ് ഇപ്പോൾ നിർണായക പുരോഗതി കൈവന്നിരിക്കുന്നത്. അങ്ങനെ ഇന്ത്യ അമേരിക്ക പ്രതിരോധ സഹകരണത്തിന് പുതിയ ദിശ വന്നിരിക്കുകയാണ്. ഈ കരാർ ഔദ്യോഗികമായി ഒപ്പുവെക്കപ്പെടുന്നതിന് പിന്നാലെ 2 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ തന്നെ എഞ്ചിൻ നിർമ്മാണത്തിനുള്ള ഉൽപാദന സംവിധാനം പ്രവർത്തന സജ്ജമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ അടുത്ത തലമുറ യുദ്ധവിമാനമായ തേജസ് മാർക്ക് 2 പദ്ധതിക്ക് രാജ്യത്ത് തന്നെ നിർമ്മിക്കപ്പെടുന്ന എഞ്ചിനുകൾ കരുത്തേകുമെന്നത് അഭിമാനാർഹമാണ്. നിലവിൽ വികസന ഘട്ടത്തിലിരിക്കുന്ന തേജസ് മാർക്ക് 2 വിമാനങ്ങൾ കൂടുതൽ ഭാരമേറിയ ആയുധങ്ങൾ വഹിക്കാനും ദൂരം കൂടിയ ദൗത്യങ്ങൾ നിർവഹിക്കാനും ശേഷിയുള്ള രീതിയിലാകും പുറത്തിറക്കുക. F414 എഞ്ചിൻ ഉപയോഗിക്കുന്നതിലൂടെ ഈ വിമാനങ്ങളുടെ ത്രസ്റ്റ് ശേഷിയും പ്രവർത്തന കാര്യക്ഷമതയും ഗണ്യമായി ഉയരും. അതോടെ ഇന്ത്യൻ വ്യോമസേനയുടെ തന്ത്രപ്രധാന ശേഷി പുതിയ തലങ്ങളിൽ എത്തുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ തേജസ് മാർക്ക് 1A യുദ്ധവിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന F404 എഞ്ചിനുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി രാജ്യത്തിനുള്ളിൽ തന്നെ പ്രത്യേക മെയിന്റനൻസ് കേന്ദ്രം സ്ഥാപിക്കാനും തീരുമാനമായിട്ടുണ്ട്. മെയിന്റനൻസ്, റിപ്പയർ, ഓവർഹോൾ സംവിധാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഈ കേന്ദ്രം ഇന്ത്യൻ വ്യോമസേനയുടെ നിയന്ത്രണത്തിലാകും പ്രവർത്തിക്കുക. ആവശ്യമായ സാങ്കേതിക വിദ്യയും പരിശീലനവും GE എയ്റോസ്പേസ് നൽകും. ഇതോടെ എഞ്ചിൻ അറ്റകുറ്റപ്പണികൾക്കായി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട സാഹചര്യവും കുറയും. അത് ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യമുള്ള കാര്യമാണ്. നിലവിൽ യുദ്ധവിമാന എഞ്ചിനുകൾക്ക് വൻതോതിലുള്ള അറ്റകുറ്റപ്പണികൾ ആവശ്യമായാൽ വിദേശത്തേക്ക് അയക്കേണ്ടി വരുന്നത് ചെലവ് കൊണ്ടും സമയം കൊണ്ടും വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. രാജ്യത്തിനുള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള സൗകര്യം ലഭ്യമാകുന്നത് യുദ്ധസജ്ജത നിലനിർത്തുന്നതിനും വിമാനങ്ങൾ വേഗത്തിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി സേനയുടെ ഭാഗമാക്കുന്നതിനും സഹായകരമാകും. അതോടൊപ്പം തന്നെ വിദേശ നാണയ ചെലവ് കുറയുകയും പ്രതിരോധ ചെലവിൽ കാര്യമായ ലാഭമുണ്ടാക്കാനും സാധിക്കും. ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി പ്രതിരോധ നിർമ്മാണ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് യുദ്ധവിമാന എഞ്ചിനുകൾ നിർമ്മിക്കുന്നതിനുള്ള പുതിയ പദ്ധതി വലിയ കരുത്തേകും. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളും തദ്ദേശീയമായി നിർമ്മിക്കുന്നതിൽ രാജ്യം കൂടുതൽ ശ്രദ്ധ പുലർത്തി വരികയാണ്. അതിന്റെ ഭാഗമായി നിരവധി കരാറുകളും സംയുക്ത പദ്ധതികളും ആരംഭിച്ചിട്ടുമുണ്ട്. അതോടൊപ്പം ജെറ്റ് എഞ്ചിൻ നിർമ്മാണം പോലുള്ള സാങ്കേതികമായി അത്യന്തം സങ്കീർണമായ മേഖലയിലേക്കും രാജ്യം കടക്കുന്നത് തീർത്തും നിർണായക നേട്ടം തന്നെയാണ്. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന എഞ്ചിനുകളുടെ ഒരു പ്രധാന വിഹിതം ആഭ്യന്തര ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുമ്പോൾ ഭാവിയിൽ സൗഹൃദ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള സാധ്യതയും തെളിയുകയാണ്. ഇതിലൂടെ ഇന്ത്യ പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ ആഗോള വിപണിയിൽ കൂടുതൽ ശക്തമായ സാന്നിധ്യമായി ഉയർന്നു വരാനും സാധ്യതയുണ്ട്. മാത്രവുമല്ല, തദ്ദേശീയ ഉൽപാദനം വർദ്ധിക്കുന്നത് രാജ്യത്തെ സ്വകാര്യ മേഖലയ്ക്കും പുതിയ അവസരങ്ങൾ നൽകും. പ്രതിരോധ ഗവേഷണ വികസന മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കും ഈ പദ്ധതി വലിയ ഉണർവായി മാറും. ആഭ്യന്തര സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിനും പുതിയ നവീകരണങ്ങൾക്ക് വഴിയൊരുക്കുന്നതിനും അത് സഹായകമാകും. അങ്ങനെ ഇന്ത്യ സ്വന്തമായി ഉയർന്ന നിലവാരമുള്ള ജെറ്റ് എഞ്ചിനുകൾ വികസിപ്പിക്കാനുള്ള ശേഷി കൈവരിക്കാൻ പോവുകയാണ്. സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിനൊപ്പം തന്നെ വ്യോമയാന വ്യവസായ രംഗത്തും അത് ഇന്ത്യയെ പ്രധാന കേന്ദ്രമാക്കി ഉയർത്തും. ആഗോളതലത്തിൽ ഉയർന്ന സാങ്കേതിക വിദ്യ കൈകാര്യം ചെയ്യുന്ന രാജ്യങ്ങളുടെ നിരയിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കാൻ ഉതകുന്നതാകും യുദ്ധവിമാന എഞ്ചിൻ നിർമ്മാണ പദ്ധതി. വാർത്തയുടെ നിറം തേടി തനി നിറം.